ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ലൈഫിൽ കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. ചിലപ്പോൾ അതൊക്കെ വിധിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച് പോകേണ്ട കുറേ കാര്യങ്ങളായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, നമ്മളൊരു നടുക്കടലിൽ ഇങ്ങനെ പെട്ട് കിടന്നിട്ട് ഇനി പൊങ്ങി താഴെ നിവർത്തിയുള്ളൂ എന്ന് ഉള്ളൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമുക്ക് പിന്നെയും ജീവിക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു ഊർജം നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ കരയിലേക്ക് എത്തപ്പെടാൻ മാക്സിമം നമുക്ക് പറ്റാവുന്നത്രയും സ്പീഡിൽ നമ്മൾ ആ നടുക്കടലിൽ നിന്ന് കരയിലേക്ക് എത്തപ്പെടാനായിട്ട് നമ്മൾ തുഴഞ്ഞ് ആ കരയിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പവർ ഉണ്ടാകും. അതൊരു ഒന്നൊന്നര പവറായിരിക്കും. പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു പവറിലായിരിക്കും നമ്മുടെ ലൈഫ് പിന്നെ പോകുന്നത്. അത് പിന്നെ ഒരാളും പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ഒരാളും തോൽപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. നമ്മളെ നിരാശപ്പെടുത്താൻ നോക്കിയാൽ നമ്മളെ നിരാശപ്പെടുത്തില്ല. തളർത്താനും തകർക്കാനും തരിപ്പണമാക്കാനും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിലൊന്നും വീഴാണ്ട് നമ്മൾ ആ ഒരു പവറിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിലൊരു ചെറിയൊരു മെഴുകുതിരിവട്ടം ഉണ്ടാകും. അങ്ങനെ ഒരു മെഴുകുതിരിവട്ടം എൻ്റെ മുന്നിലുള്ളത് എൻ്റെ പൊന്നുമോനാണ്. അപ്പം അവന് ഏറ്റവും നല്ല രീതിയിൽ അവൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, അച്ഛനെന്ന സ്പേസ് അതെപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കും. എനിക്കവിടെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അവന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നോ, എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നോ, അതെല്ലാം അത്രത്തോളം ഹൈപ്പ് ലെവലിലല്ലെങ്കിലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ അവന് എല്ലാം ചെയ്തു കൊടുത്ത്, അവന് 3 നേരം ഭക്ഷണം കൊടുത്ത്, അവന് ഉറങ്ങാനൊരിടം കൊടുത്ത്, അവൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അവന് ചെയ്ത് അവന് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു നല്ലൊരു പൗരനാക്കി അവനെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ദൗത്യം. ഞാൻ ജീവിക്കുന്നതും അതിനു വേണ്ടിയാണ്. അല്ലാതെ എനിക്ക് വേറെ ഒരു മോഹം എൻ്റെ മനസ്സിലില്ല. എൻ്റെ ലൈഫ് എനിക്ക് ദൈവം ദാനമായിട്ട് തന്ന ഒരു ലൈഫാണിത്. കാരണം ഈ 10-22 വയസ്സ് വരെ എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. 10-22 വയസ്സ് വരെ 4 കാലിൽ മണ്ണിൽ എഴഞ്ഞ് നടന്ന ഞാനാണ്. ഇനി എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഒരാൾ പോലും വിചാരിച്ചിട്ടില്ല ഞാനൊന്ന് എണീച്ച് നിൽക്കുമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ അത്ഭുതവും മെഡിക്കൽ സയൻസിൻ്റെ അതിൻ്റെ ഒരു വിജയവും കൂടെ ചേർന്നിട്ടാണ്. അതിൽ രണ്ടുമുണ്ട്. ഞാൻ 22ാമത്തെ വയസ്സിലാണ് ഞാൻ ഭൂമിയിൽ കാലുകുത്തി ഒന്ന് എണീച്ച് നിൽക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യമാണ്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ ഇനി ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. എന്നെ ദൈവം മുന്നോട്ട് നടത്തും. എൻ്റെ ലൈഫിൽ നെടും തൂണായിരുന്ന ഫസ്റ്റ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എൻ്റെ അപ്പായും മരിച്ചു പോയതാണ്, എൻ്റെ അപ്പച്ചനും മരിച്ചു പോയതാണ്. അപ്പം എനിക്കറിയാം എൻ്റെ മകനെ അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം അച്ഛനില്ലാത്ത വിഷമം, അച്ഛൻ നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമം ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പം അതിനുശേഷം അച്ഛനെക്കാട്ടിയും പ്രിയപ്പെട്ടതെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം അച്ഛനെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ രക്തം, നമ്മൾ ഒരേ രക്തമാണ്. അച്ഛനും മകളും അമ്മയും മകളും എന്നൊക്കെ പറയുമ്പോൾ, ബിജുവേട്ടനെന്ന് പറയുമ്പോൾ, ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ വേറൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് നമ്മളുമായിട്ട് യാതൊരുവിധ ബ്ലഡ് റിലേഷനും ഇല്ലാണ്ട് നമ്മളൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ആ വ്യക്തി അത്രത്തോളം നമ്മളെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്നെപ്പോലെ, ഞാൻ 75% ഡിസേബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പം പുള്ളി അത്രത്തോളം നമ്മളെ സ്നേഹിച്ചു പരിപാലിച്ചു, നമ്മളെ പൊന്നുപോലെ നോക്കിയ ഒരു മനുഷ്യൻ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നടുക്കടലിലല്ല, അതിലും അതിലേക്കാളും ഒരു ആഴത്തിലേക്ക് ഞാൻ വീണു പോയ ഒരാളാണ്. ആ ഒരു നഷ്ടപ്പെടൽ, ആ ഒരു വേദന അതെനിക്കൊരു കാലത്തും മാറാനും പോകുന്നില്ല. പിന്നെ ജീവിക്കുന്നത് ദൈവം എന്നെ ഏൽപ്പിച്ച വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ മകൻ എന്നുള്ളത്. എൻ്റെ ഇമോഷണൽ ഫീലിങ്സിനൊക്കെ വാല്യൂ കൊടുത്ത് അതിലേക്ക് മാത്രം ഞാൻ എപ്പോഴും കണ്ണുനട്ടിരുന്ന് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ്റെ എത്ര സന്തോഷങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളയണത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഇന്നത്തെ ഈ അനിതയായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നതും, ഞാൻ ജീവിക്കുന്നതും, ഞാൻ ജോലി ചെയ്യുന്നതും. ഞാൻ പിടിച്ചു നിൽക്കാനായിട്ട് എനിക്ക് പറ്റാവുന്ന എന്തും ഞാൻ ചെയ്യും. എനിക്ക് പിടിച്ചു നിൽക്കണം, എനിക്ക് നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എത്ര സ്ട്രഗ്ലിങ് ഉണ്ടായാലും ചില സമയങ്ങളിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോവും, പൊട്ടിക്കരയുന്ന ദിവസങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസങ്ങളും ഉണ്ട്. എന്നും നമുക്ക് ചിരിച്ച് സന്തോഷിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ ജീവിച്ച് തൻ്റേതായിട്ടുള്ള ഒരിടം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ തൻ്റേടികളായി മാറുന്നത്. അങ്ങനെ ഞാൻ സാക്രിഫൈസ് ചെയ്ത് സഫർ ചെയ്ത് വിഷമിച്ച് ബുദ്ധിമുട്ടി
ഞാൻ പ്രയാസപ്പെട്ടാണ് ഞാൻ എൻ്റേതായിട്ടുള്ളൊരിടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ കുറച്ച് തൻ്റേടിയായിരിക്കും. അതിനിപ്പോൾ പുറത്തു നിന്ന് ആരും കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ തൻ്റേടിയായിട്ട് തന്നെ ജീവിക്കും. എനിക്ക് ജീവിക്കണം, എൻ്റെ മകനെ വളർത്തണം. അതിന് ഞാനൊരു പാവയെപ്പോലെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചു, പറയേണ്ടത് പറഞ്ഞു, ചെയ്യേണ്ടത് ചെയ്തും, എളിമപ്പെടേണ്ടടുത്ത് എളിമപ്പെട്ടും, കരയേണ്ടടുത്ത് കരഞ്ഞും, ചിരിക്കേണ്ടടുത്ത് ചിരിച്ചും ഒക്കെ എനിക്ക് ദൈവം തന്ന ഈ ആയുസ് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോർക്കും. ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് എന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രൗഡ്. എനിക്കെന്നെക്കുറിച്ചുള്ളത് എനിക്ക് പറ്റുന്ന, ഞാൻ ഒരു ദിവസത്തിന് ഒരു രാവിലെ 7:30 ആ ഒരു ടൈമിൽ തുടങ്ങുന്ന ജോലി രാത്രി 3-3:30 വരെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കിതിൽ ഒരുപാട് ആൾക്കാരുടെ നല്ല നല്ല കുറേ മനുഷ്യരുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. അതുമായിട്ടാണ് ഞാൻ എൻ്റേതായിട്ടുള്ള ഇടം ഞാൻ കണ്ടെത്തി തൻ്റേടിയായിട്ട് ഞാൻ ജീവിക്കുന്നത്. അതിലിപ്പോൾ ആരും അസൂയപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് വിഷമവും അസൂയൊക്കെ വരുമ്പോൾ അതങ്ങോട്ട് സഹിച്ച് കളയുക, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഒരു രീതിയിലും ഒരു ബന്ധുജനങ്ങളെയും ബുദ്ധിമുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ മെക്കിട്ട് കയറിയിട്ടോ അല്ലെങ്കിൽ ഡെയിലി അവരെ വിളിച്ചോ ഞാൻ വിശേഷങ്ങൾ ചോദിക്കാറില്ല. എന്നോടും ആരും വിശേഷങ്ങൾ ചോദിക്കാറില്ല. എൻ്റെ സഹോദരങ്ങൾ എന്നെ വിളിക്കും, എൻ്റെ ചേച്ചിമാരെന്നെ വിളിക്കും, എൻ്റെ ആങ്ങളമാരെന്നെ വിളിക്കും. അപ്പോൾ ഞാൻ അവരെ വിളിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധങ്ങൾക്കും എൻ്റെ ലൈഫിൽ ഞാൻ വാല്യൂ കൊടുത്തിട്ടില്ല. കാരണം എനിക്കങ്ങനെ വാല്യൂ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് അതിൻ്റെ 4 ഇരട്ടി 10 ഇരട്ടി 100 ഇരട്ടി സ്നേഹം എനിക്ക് തിരിച്ചുണ്ട്. ഞാൻ നോർമലി ഒരു മനുഷ്യനാണ്. അത്യാവശ്യം കുശുമ്പും കുന്നായ്മയും ദേഷ്യവും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും സ്നേഹവും ഇഷ്ടവും മടുപ്പും ഒക്കെയുള്ള ഒരു സാധാരണ വ്യക്തിയാണ്. അല്ലാതെ എനിക്കിങ്ങനെ പുറമേ വലിയ ഇത് പറഞ്ഞങ്ങനെ ചെയ്യണം. ഞാൻ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന എല്ലാ ഇമോഷൻസും ഉള്ള ഒരു വളരെ സാധാരണപ്പെട്ട ഒരാളാണ്. അപ്പോൾ എന്നോട് ഒരാൾ ചെയ്താൽ എൻ്റെ മനസ്സിൽ ഞാനത് പെട്ടെന്ന് അങ്ങനെ മറന്ന് അവരോട് പകരം ചോദിക്കാൻ വർത്തമാനം പറയാനൊന്നും ഞാൻ നിൽക്കത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ അതുണ്ടാവും. അതിനെ ഞാൻ എൻ്റെ വളർച്ചയുടെ ചവിട്ടുപടിയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സത്യം. അല്ലാതെ അവരോട് പോയിട്ട് പകരം ചോദിച്ചേക്കാം, വെറുപ്പ് അവരുടെ മുഖത്ത് നോക്കി കാണിച്ചേക്കാം, അങ്ങനെയൊന്നുമല്ല. എന്നെ വേദനിപ്പിക്കുന്നവരോട് അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നണം ഞാനും എൻ്റെ മകനും ഒരാൾക്കും ശല്യമില്ലാതെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു പാതയിലൂടെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ അനങ്ങാണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞങ്ങളിങ്ങനെ വളരെ ഭംഗിയായിട്ട് പോകുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ലൈഫാണ് എൻ്റെ മകൻ്റെ. ആ മനോഹരമായ ലൈഫിൽ അവിടെ ഇവിടെ നിന്നൊന്നും ആരും എന്നോടൊന്നും പറയാൻ വരണ്ട. എൻ്റെ വായിന്ന് നല്ലത് കേൾക്കും, അത് വേറെ കാര്യം. അപ്പം ഞങ്ങൾ അങ്ങനെ പോയിക്കോളാം. നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അഭിപ്രായമൊക്കെ പറയാം കേട്ടോ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനും എൻ്റെ മകനും അങ്ങനെയല്ല. ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ ഞങ്ങൾ ഭയങ്കര എനിക്ക് ബന്ധുക്കളെ അല്ലെ ബന്ധുജനങ്ങളെക്കാട്ടിയും കൂടുതൽ എനിക്ക് എപ്പോഴും ഇഷ്ടം പുറത്തു നിന്നുള്ളവരാണ്. കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം അതാണ്. അപ്പം എനിക്ക് അങ്ങനെ ജീവിക്കാൻ തന്നെ ഇനിയും ഞാൻ അങ്ങനെ തന്നെ ജീവിക്കും. വളരെ മെയിൻലി തൻ്റേടിയായിട്ട് തന്നെ ഞാൻ ജീവിക്കും. എനിക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ള അത്രയും കാലം ഞാൻ ജീവിക്കും. എൻ്റെ മകനെ വളർത്തും. അവനൊരു 10 രൂപ വരുമാനമാകുന്ന കാലം വരെ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ കഷ്ടപ്പെടും. സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിച്ച് ആർമാദിച്ച് ഉല്ലസിച്ച് ആഘോഷിച്ച് ഞാൻ ജീവിക്കും. ഓക്കെ, താങ്ക് യു.